ഹായ് ഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവസാനിപ്പിച്ചത് അമ്പലത്തിൽ പോവുകയാണ്. ആ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത് തന്നെയാണ്. നമ്മൾ കൃഷ്ണൻ്റെ ജന്മാഷ്ടമി ദിവസം അമ്പലത്തിൽ പോയ വിശേഷങ്ങളും അതുപോലെ ചിങ്ങ 1-ാം തീയതി നമ്മൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോൾഡൻ സൺറൈസ് 777. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 6:30 പോകുന്നത്. 3:30 തന്നെ ഘോഷയാത്ര അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 3:30 ഘോഷയാത്ര ഇറങ്ങി തിരിച്ചൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ തിരിച്ചു വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയത്. അപ്പോൾ കുട്ടികളൊക്കെ എന്താണ് കൃഷ്ണവേഷവും രാധേൻ്റെ വേഷവും കുചേലൻ്റെ വേഷവും ഒക്കെ ധരിച്ചുകൊണ്ടിട്ടാണ് ഘോഷയാത്രയ്ക്ക് നമ്മൾ കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഘോഷയാത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ചെണ്ടമേളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ അനുമോദന ചടങ്ങുകളും പിന്നെ കൃഷ്ണവേഷം ധരിച്ചിട്ടുള്ള കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലം മനോഹരമായിട്ട് പൂക്കൾ കൊണ്ടും വിളക്ക് കൊണ്ടും ബലൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചത് കൊണ്ടുണ്ടല്ലോ, ശരിക്കും നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നാട്ടിലെ അമ്പലത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ഈ ഡൽഹിയിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച ശരിക്കും മനസ്സിന് നല്ലൊരു സമാധാനവും ആശ്വാസവും തരുന്ന ഒരു കാര്യം തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു തെയ്യം നമുക്ക് ശരിക്കും നമ്മൾ എന്താ പറയുക, നാട്ടിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ അവർ അവതരിപ്പിച്ചത്. അതിന് അവർ കൊടുത്ത പാട്ടും ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അതെനിക്കിപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടാലോ, കോപ്പിറൈറ്റ് വരുമല്ലോ. എന്ത് തന്നെയായാലും ഡൽഹിയിലുള്ള ഈ ഒരു ചൂടിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു വേഷം കെട്ടി ആടുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടിനോടും ആ കലയോടുള്ള സ്നേഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തും. പിറ്റേന്ന് രാവിലത്തെ ഒരു ഷോ ആണ് കേട്ടോ. അത് അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീണ്ടും തീരുമാനിച്ചു അയ്യപ്പ ക്ഷേത്രം, അതായത് ഡൽഹിയിലുള്ള ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാം. ചിങ്ങ 1-ാം തീയതിക്കാണ്, പിന്നെ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഒഴിവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മലയാള ശില്പശൈലിയിലുള്ള ആ ഒരു ഗോപുരം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടല്ലോ, ശരിക്കും ആത്മീയവും മാനസികമായിട്ട് ആശ്വാസം നൽകുന്ന അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ എന്താ പറയുക, ദില്ലിയിലുള്ള ആ നഗരത്തിൻ്റെ തിരക്കും വാഹനത്തിൻ്റെ ശബ്ദവും അവിടെ നിന്നൊക്കെ അകന്ന് ഒരു പിന്നെ കേരളീയ ഭക്തി പാരമ്പര്യത്തിൻ്റെ ഒരു സുഗന്ധം നിൽക്കുന്ന ക്ഷേത്രമാണെന്നൊക്കെ ശരിക്കും നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താ പറയേണ്ടത്, ഇവിടെ എന്ന് പറയുന്നത് അയ്യപ്പൻ ഇപ്പം മണ്ഡലകാലത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു മണ്ഡലകാലത്തിലെ ആ ഉത്സവകാലത്ത് മകരവിളക്കിനോടനുബന്ധിച്ചിട്ട് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മലമുകളിലെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാവം തന്നെയാണ് ഇവിടെ നമുക്ക് എന്താ പറയുക അനുഭവിക്കാനാവുക. പിന്നെ അതുപോലെ സന്ധ്യാദീപാരാധന സമയത്ത് എന്തുണ്ട്, ദീപങ്ങളുടെ വെളിച്ചവും പിന്നെ ഭക്തജനങ്ങളുടെ ആ ഒരു നാദവും. കാരണം ഇവിടെ വരുമ്പോൾ ഫുൾ നമുക്ക് മലയാളികളിലേ കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലെ അമ്പലത്തിൽ നിൽക്കുകയാണോ എന്ന് തന്നെ തോന്നിപ്പോവും. പിന്നെ കേരളീയ പാരമ്പര്യവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ദില്ലിയിലെ മലയാളികൾക്ക് സ്വന്തം നാട്ടിലെ ക്ഷേത്ര സൗന്ദര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രം തന്നെയാണ് ആർക്കേപുരത്തെ ഈ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾക്ക് മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടുന്ന് കഴിച്ചു. നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ അനു പറയുന്നത് അവിടെ അവളുടെ വീടിൻ്റെ പുറകിൽ പപ്പായ മരമുണ്ട്, നമുക്ക് പറിക്കാമെന്ന്. അവിടുന്ന് ഞങ്ങളെല്ലാവരും ഓരോരോ പപ്പായ പറിച്ചുകൊണ്ട് വന്ന് പിന്നെ വീട്ടിലെത്തി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടോ. പിന്നെ വെണ്ടയ്ക്ക കൊണ്ട് ഉപ്പേരിയും ആ പപ്പായ കൊണ്ട് നമ്മൾ കർമൂസാന്ന് കേട്ടോ പറയാം. ഞങ്ങൾ കോഴിക്കോട്ടുകാർ കർമൂസാന്നാണ് പറയുക. പക്ഷേ കർമൂസാന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഇവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പപ്പായ എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് നമ്മളെ സൗമ്യ വിളിക്കുന്നത്, ഇന്ന് ചേച്ചി ഇന്നും നമുക്ക് വൈകുന്നേരം ഒന്ന് വിശാലൊന്ന് പോയാലോ എന്ന്. അങ്ങനെ പിന്നെ അവ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോട്ടമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ഒഴിവാണ്. അപ്പം നമ്മൾ നേരെ വിശാൽ മാർട്ടിലോട്ട് പോയി. പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ള ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ. എന്തിനായാലും ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ എടുത്തു. നമുക്കൊരു ബർത്ത്ഡേയും കൂടെ ഉണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിനും കൂടി വേണ്ടി നമ്മൾ നോക്കി. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് മെയിനായിട്ട്. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിനായാലും പിന്നെ പാത്രങ്ങൾക്കും എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. നമ്മളവിടെ എല്ലാം വീഡിയോ എടുക്കണോ സാധനങ്ങൾ എടുക്കണോ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ അധികം നേരം വീഡിയോസ് എടുത്ത് കഴിഞ്ഞ് നിന്നാൽ സമയം പോകുന്ന അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ കുറച്ചു അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. എനിക്ക് കുറച്ച് ടോപ്പുകൾ, ചുരിദാറിൻ്റെ ടോപ്പുകളും പിന്നെ എന്താണ് നമുക്ക് ചെറിയ പരിപ്പുകൾ, കടല, അതിനൊക്കെ കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നേ. സാധാരണ പുറത്തെ കടയിൽ നിന്നും
ഇതിനെക്കാട്ട് കുറച്ച് റേറ്റ് കുറവുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പരിപ്പും കാര്യങ്ങളും, പിന്നെ നമുക്ക് എൻ്റെ മെയിനായിട്ട് എൻ്റെ കണ്ണ് പോവുക ഈ ഗ്ലാസ് ഇങ്ങനത്തെ പാത്രത്തിലേക്കാട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നായിട്ട് ഒരുമിച്ച് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് വാങ്ങാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.